നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ബഡ് സ്കൂൾ കുട്ടികൾക്ക് വാഹന സൗകര്യമൊരുക്കി മൂവാറ്റുപുഴ നഗരസഭ. മാത്യു കുഴൽനാടൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയും ഏജൻസിയും ചേർന്ന് മൂവാറ്റുപുഴ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഒരുക്കി. ബഡ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ മാത്യു കുഴൽനാടൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ബസ് സ്കൂളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാൻ അല്ലെങ്കിൽ ഒരു യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു മികച്ച വെൽനസ് സെൻറ്റർ, ഒരു മികച്ച ടർഫ് കോർട്ട്, അതിനുശേഷം ബസ് സ്കൂളിന് പുതിയ വണ്ടി. സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് നിന്നും PP എൽദോസ് ചെയർമാനും കൗൺസിലും ഒക്കെ നിർക്കാരം ഇരുന്നതിൻ്റെ വലിയൊരു മാറ്റം നമുക്ക് ഈ കുരിയമ്മൽ ഒരുപക്ഷെ നഗരസഭയിലെ ഏറ്റവും പ്രയാസം പിടിച്ച അല്ലെങ്കിൽ ഒരു ഏറ്റവും റൂറലായിട്ട് നിന്ന ഒരു പ്രദേശമാണ്. അതിന് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടം തന്നെയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുവാനുള്ള സൗകര്യങ്ങൾ 1 മാസത്തിനുള്ളിൽ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. ഇത്തവണ ഈ ഒരു ബസ് ഈ ബഡ് സ്കൂളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ സന്തോഷം. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും നഗരസഭ ഒപ്പമുണ്ടാകും. ഏറെ സന്തോഷത്തോടു കൂടി മറ്റൊരു കാര്യം കൂടി അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കുട്ടികൾക്ക് ഇവിടെ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളും നഗരസഭ ഒരുക്കുകയാണ്. 2 ആഴ്ച കൊണ്ട് അത് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ ചെയർമാൻ PP എൽദോസ്, വാർഡ് കൗൺസിലർ ഷേർലി പോലോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P, അസംബീഗം, ജിനു ആന്റണി തുടങ്ങിയ കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.